ഹലോ മാഡം. ഹലോ. എന്റെ അമ്മോ, ഇതാര്? ചിറയൻകീഴ് ഗൗരി ഭഗവതിയോ? എന്തേ ഇവിടെ? അല്ല, എന്തൊക്കെയുണ്ട് ചിറയൻകീഴും പരിസര പ്രദേശങ്ങളിലും വിശേഷം? മഴയൊക്കെ ഉണ്ടോ അവിടെ? കഴിഞ്ഞ എല്ലാരും അകത്തുണ്ടോ? ഇല്ലില്ല. ലച്ചു ചേച്ചിയുടെ ഫ്രണ്ടിന്റെ അനിയത്തിയുടെ നിശ്ചയം, അതുകൊണ്ട് ചേച്ചി അവിടെ പോയി. പിന്നെ അളിയനും കേശു എന്നാണ് സാധനം വാങ്ങാൻ പോയി. ബാക്കിയുള്ളവരൊക്കെ അകത്തുണ്ട്. അവിടെ നില്ല്. എത്ര ദിവസം പറഞ്ഞു പോയത്? 2 days. ഇന്നിപ്പോ എത്ര ദിവസമായി? 1 week. എവിടെ ആയിരുന്നു? അത് ശിവ, എന്റെ കുഞ്ഞമ്മയുടെ മോളുടെ. കുഞ്ഞമ്മ? ഏത് കുഞ്ഞമ്മ? എന്റെ കുഞ്ഞമ്മ ചിറയൻകീഴുള്ള. ഓ, പിന്നെ പ്ലാമൂട്ടിലെ കുഞ്ഞമ്മ. കുഞ്ഞമ്മയുടെ മോളുടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങള് കോഴിക്കോട് പോയി. എന്നിട്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം കുഞ്ഞമ്മയെ കൊണ്ട് തിരിച്ച് ചിറയൻകീഴ് വിടണ്ടേ? അങ്ങനെ ചിറയൻകീഴ് കുഞ്ഞമ്മയെ കൊണ്ട് വിട്ട്. എന്നിട്ട് ഞാൻ ഇങ്ങ് വന്ന്. കുഞ്ഞമ്മ ഹാപ്പി അല്ലേ? കുഞ്ഞമ്മ ഹാപ്പിയാണ്. പക്ഷെ ഇവിടുത്തെ അമ്മൂമ്മ ഇല്ലേ, താങ്കളുടെ അമ്മായിയമ്മ, ഒട്ടും ഹാപ്പി അല്ല. കൈ കിട്ടാടല്ല, പിച്ച് ചീന്ത് കളയും. സീനാണല്ലേ? അത്യാവശ്യം നന്നായിട്ട്. അമ്മായി ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ചയായി. അമ്മമ്മ ഒരു തവണെങ്കിലും വിളിച്ചോ? ഇല്ല. എന്ത് എന്ത്? അമ്മമ്മ വിളിക്കാണ്ട് എത്ര ദിവസത്തിനുള്ളിൽ അമ്മായി വരുന്നറിയാൻ വേണ്ടിട്ട്. ആണല്ലേ? ഈശ്വരാ, ഞാനും വിളിച്ചില്ലല്ലോ. ഇന്ന് ഗൗരി മോള് കുറച്ച് വേർക്കും. ഗൗരി അങ്ങനെയൊന്നും വേർക്കൂല. വഴിയുണ്ട്. എന്ത് വഴി? പോ. ഓ ഓ ഓ ഓ. നീ അമ്മയെ വിളി. നീ അമ്മയെ വിളി. ഞാൻ എന്തിനു വിളിക്കണം? അമ്മായി വിളിച്ചാ പോരെ? നീ തന്നെ വിളിക്കണം. നീ വിളി. അതൊക്കെ ഉണ്ട്, നീ വിളി. അമ്മുമ്മ, ദേ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നിരിക്കുന്നു. അമ്മുമ്മ ആരാ നോക്കൂ. അമ്മുമ്മോയ്. അയ്യോ, ആരിത്? ഈ നാട്ടിലൊന്നും ഇല്ലാത്തൊരു അതിഥിയാണല്ലോ. ചുമ്മാ മാറൂ. ഗൗരി. അമ്മ, സൗണ്ട് എടുക്കല്ലേ. നല്ല തലവേദനയും തൊണ്ടവേദനയും പനിയും പിന്നെ തുമ്മലൊക്കെ ഉണ്ടമ്മ. വയ്യ ഒട്ടും. അയ്യോ, ரொம்ப உடம்பு முடியாம இருக்கே. പറഞ്ഞില്ലേ കനകേച്ചി, സൗണ്ട് എടുക്കല്ലേ. ചൂടൊന്നുമില്ല, നല്ല തണുത്തിരിക്കുന്നു. അതെ അമ്മ, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ നല്ല തിളയ്ക്കണ പനി ഉണ്ടായിരുന്നേ. പിന്നെ ഈ യാത്രയൊക്കെ ചെയ്തോന്നില്ലേ, കാറ്റടിച്ചപ്പോ തണുത്തുപോയി. തലവേദന ഉണ്ടോ മക്കളെ? ഓ, വെട്ടിപ്പൊളക്കണ വേദന. ഞാൻ വന്നപ്പോ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ല. അയ്യോ, എന്റെ അമ്മുമ്മയെ കാണണമായിരുന്നു. ആ ഗേറ്റിൽ നിന്ന് വീട് വരെയുള്ള വരവ് ഇങ്ങനെ ആടി ആടി ആടിയാണ് വന്നത്. ഞാൻ വിചാരിച്ച അവിടെ തന്നെ തല കറങ്ങി വീണ് മണ്ട പൊളന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തോ ഭാഗ്യത്തിനാണ് ഇവിടെ എത്തിയത് തന്നെ, അല്ലേ അമ്മായി? അതെ 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 അതെ. ஷோ, இவ்வளோக்கா உடம்பு முடியலனா எதுக்கு கௌரி இன்னைக்கே டிராவல் செஞ்சு வந்த? கொஞ்சம் உடம்பு சரியாயிட்டு வந்தா போதும்ல. ചെവിയും കേൾക്കാറായോ? എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പാർവേ, ഞാൻ പറഞ്ഞു, ഒച്ച എടുക്കല്ലേ. അമ്മ, ഇനി അവിടെ നിന്ന അമ്മ വഴക്കൂറെന്ന് വിചാരിച്ചിട്ടല്ല അമ്മ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ അമ്മ 1 2 ഒക്കെ പറയെങ്കിലും അമ്മയെ കാണാൻ കൊതിയായിട്ടാണ് അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന്. വിളിച്ച അമ്മയെ കണ്ട് കൊതി തീരൂലല്ലോ അമ്മ. கௌரி, எங்க அம்மாக்கும் அப்படியே தான். உன்னை பார்க்காம இருக்கும்போது அம்மா வந்து தவிச்சிட்டு இருப்பாங்க. ആണോ അമ്മ? തന്നെ മക്കളെ. അയ്യോ പാവം അമ്മ. എന്നാൽ എനിക്കിതങ്ങോട്ട് വിശ്വാസം. എന്തോന്ന് നിനക്ക്? എന്തോന്ന്? ഒന്ന് പോവച്ച അവിടുന്ന്. അയ്യോ, ഇത്ര ഒന്ന് ഓവറായിട്ട് പറയല്ലേ അമ്മായി, ശ്വാസം പൊട്ടും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്ത് കാര്യമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടിക്കറി വരാനായിട്ട്? അവിടെ വല്ല ഹോസ്പിറ്റലിലും തല കറങ്ങി ഡ്രിപ്പ് ഇട്ട് കിടന്നാൽ പോരായിരുന്ന മരുന്നും കഴിച്ചതോ പോണ്. നിങ്ങളുടെ അമ്മായിയമ്മ നമുക്ക് വേണ്ട, അത് നമ്മൾ ഉറച്ചെടുക്കാനൊന്നും പോകുന്നില്ലല്ലോ അമ്മായിയമ്മേ. നിങ്ങളുടെ അമ്മായിയമ്മ തന്നെ വെയ്യ അങ്ങോട്ട്. മക്കളെ വാ, വന്ന് കിടക്ക്. വാ, വന്ന് കിടന്നാട്ടെ. വാ, എണീറ്റ് വാ. തണുപ്പാ, ഇവിടെ ഇരിക്കണ്ട. എവിടെ വന്ന് കിടക്കാൻ? ഇവിടെ ഈ മുറിയില്.
അയ്യോ അമ്മ, ഞാൻ എന്റെ റൂമിൽ കിടന്നോളാം കേട്ടാ. അയ്യോ അത് പറ്റത്തില്ല. കാരണം എന്റെ കണ്ണുമട്ടത്ത് ഇവിടെ കിടക്കണം. എന്നാലേ എനിക്ക് ഇച്ചിരി ചൂടുവെള്ളം വല്ലതും കൊണ്ട് തരാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് എണീറ്റ് വന്നേ. അല്ല അമ്മ, ഫ്രഷ് ആവണ്ടേ? അയ്യോ പനിയാ, കുളിക്കൊന്നും ചെയ്യരുത്, തലയൊന്നും നനയ്ക്കരുത്. വാ. അല്ല അമ്മ, ഞാൻ എന്റെ റൂമിൽ കിടന്നോളാം. പറയുന്ന കേക്ക് മോളെ. വാ. ഞാനും പിടിക്കാം, തലകറങ്ങി എങ്ങാനും വീണാലേ. പിടി മക്കളെ, പിടി പിടി. അല്ലമ്മ, ഞാൻ എന്റെ റൂമിൽ കിടന്നു. വേണ്ട വേണ്ട. പിടിച്ചോണേ പിടിച്ചോണേ. അയ്യോ ദോ, ദോ പോവുന്ന്. പത്ത് പത്ത്. അല്ലമ്മ, എന്റെ റൂമിലെ ഇല്ലില്ല റൂമൊന്നും ഇല്ല. ഇല്ലാത്തൊരു വയ്യായിക. കിടക്കട്ടെ അമ്മായി, കിടന്ന് റെസ്റ്റ് എടുക്ക അങ്ങോട്ട്. അയ്യോ സംഭവം കുഴപ്പമില്ല, ഇപ്പൊ കുറച്ച് തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റൂല. നമ്മൾ കറക്റ്റ് പടവലത്ത് ചെല്ലുമ്പോഴായിരിക്കും മഴ പെയ്തല്ലേ അവിടെ ആഴത്ത് പിളുത്ത് ചളവളായി പോകും. ഒരു കാര്യം ചെയ്യാം. പടവലത്ത് പോകുന്നില്ല, നമുക്ക് വെച്ചാ പോരെ? അങ്ങനെയല്ലേ? പിന്നെ എപ്പോഴും പോ. പിന്നെ പോവാ. മഴയൊക്കെ അങ്ങ് മാറട്ടാ. അതായിരിക്കും നല്ലത്. വെറുതെ ചെന്ന് അവിടെ ചള്ളയെ തന്നെ അടിച്ച് വേണ്ടല്ലോ. ഇറങ്ങാനും പറ്റുള്ളല്ല. ഇറങ്ങി എനിക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ചന്ദന കുറിഞ്ഞി അണിഞ്ഞതില് അമ്മായി, ഇത് എപ്പോ വന്നത്? അല്ല വന്നിട്ട് കയറി കിടക്കണേ? വയ്യടാ, തീരെ വയ്യ. യാത്രയൊക്കെ ചെയ്തപ്പോഴേ വല്ലാത്തൊരു ക്ഷീണം. വയ്യേ അമ്മയ്ക്ക്? എങ്കിൽ പിന്നെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നോ? എന്തിനാ ചാടി പിടിച്ച് വരാൻ നിന്ന്? അത് അമ്മായിയമ്മയെ കാണാത്തോണ്ടേ എന്തോ പോലെ അമ്മായിക്ക്. അമ്മായിയമ്മയെ കാണാത്തുണ്ട്? എന്തോ പോലെയെന്ന് അമ്മായി. അമ്മായിക്കോ? അതെ, അമ്മയെ കാണാതിരുന്നപ്പോഴേ നെഞ്ചിന്റെ അകത്തൊരു നീറ്റില് തീ കത്തണ പോലെ തോന്നി. അമ്മായിയമ്മയെ കണ്ടത് നന്നായി, അല്ലെങ്കിൽ നീറ് തീർന്നേനെ. അമ്മായിയെ എങ്ങനെയുണ്ട് ഇപ്പൊ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ഹാപ്പിയാണ്. അമ്മായി ഒട്ടും വയ്യെങ്കിലേ ഒരു കാര്യം ചെയ്യാം. ബാ ആശുപത്രി പോ. ആശുപത്രിയിലൊക്കെ ഞാൻ നാട്ടിൽ വെച്ച് പോയായിരുന്നേ. മെഡിസിൻ ഒക്കെ കഴിച്ചപ്പം അത്യാവശ്യം കുറഞ്ഞായിരുന്നു. ഇതിപ്പം ട്രാവൽ ചെയ്ത് വന്നില്ലേ, അതിന്റെ ഒരു വയ്യായികയാണ്. അമ്മായിയുടെ മുഖം കണ്ടിട്ടേ എവിടേക്കോ അലഞ്ഞിരിഞ്ഞിട്ട് വന്നതുപോലെ തോന്നുന്നുണ്ട്. എന്താ അങ്ങനെ ഒരു ടോക്ക് പാറു? ബട്ട് വൈ? അമ്മായി ഒരാഴ്ച മൊത്തം ചിറങ്കീഴ് തന്നെയായിരുന്നോ? അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ പോവാ? അല്ല ശിവ, അല്ല മായി, മറ്റേ കോഴിക്കോട് എന്തോ പോയില്ലായിരുന്നോ? അല്ല, കോഴിക്കോട് പോകുന്നുള്ളൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുഞ്ഞമ്മയുടെ മോളുടെ അഡ്മിഷനോ അങ്ങനെ എന്തിനാ പോയില്ല? ഇല്ല പോയില്ല, പോവാൻ പറ്റില്ലല്ലോ. വയ്യാതെ കിടക്കുമായിരുന്നില്ലേ? അതെ അതെ, പനിയല്ലേ. അപ്പൊ മക്കളെ, അമ്മായി എവിടെയും പോയിട്ടില്ല കേട്ടാ. കുഞ്ഞമ്മയുടെ മോളുടെ അഡ്മിഷൻ ഒന്നും പോയേ ഇല്ല. ചെറിയങ്കേടും നേരെ ഇങ്ങോട്ടാണ് വന്നത്. അമ്മായി എന്താണേലും ഹെൽത്ത് ഓക്കെ ആവുന്ന വരെ ഇനി അടുത്ത യാത്രയ്ക്ക് ഒന്നും തയ്യാറാവണ്ട. അതെ അതെ, എന്തായാലും ഇനി പെട്ടെന്നൊന്നും യാത്രയില്ല, മടുത്തന്നേ. കൊള്ളാമല്ലോ. അങ്ങോട്ട് കിടന്നാട്ടെ. അല്ല, കുറച്ചേരം ഇരുന്നിട്ട് കിടന്നാ പോരെ? എന്റെ ഗൗരി പറയുന്ന ഒന്ന് കേക്ക് കുഞ്ഞെ. ആ പുതപ്പെടുത്തൊന്നും പുതച്ചേ. കിടന്നേ അങ്ങോട്ട്. എന്റെ പൊന്നു മോനെ, വന്ന് കേറിയപ്പോ ഒന്ന് കാണണമായിരുന്നു. തണുത്ത് വിറച്ചാ വന്ന് കേറിയത്. ശിവ പോയി ഒരു പുതപ്പെടുത്തോണ്ട് വന്നേ. മറ്റേ കട്ടിയുള്ള പുതപ്പെടുത്തോണ്ട് വരാം. കട്ടിയുള്ള പുതപ്പ് മതി. എന്തിന് മക്കളെ, പനിയാ, പുതച്ച് മൂടി കിടക്കണം. വേണ്ടേ, നല്ല ചോറും മീൻകറിയും തോരനും ഒക്കെ ഇരിപ്പുണ്ട്. കുഞ്ഞിന് കഴിക്കാൻ പറ്റുമോ? പനിയല്ലയോ? എനിക്ക് കുഴപ്പമില്ല, കഴിക്കാം. വേണ്ട വേണ്ട, പനി മാറിയിട്ട് കഴിച്ചാൽ മതി. മക്കൾക്ക് ഉപ്പിട്ട് കഞ്ഞി കൊണ്ട് തരാം അമ്മ. ഓക്കേ. അല്ല അമ്മായി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നലെ ലെറ്റൂസായിട്ട് ഫോൺ സംസാരിച്ചപ്പോഴേ അസുഖത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ? വിളിച്ചായിരുന്നല്ലേ ഞാൻ. എനിക്ക് തോന്നുന്നു ഈ പനി ആയതുകൊണ്ടേ പിച്ചുമ്പയൊക്കെ പറഞ്ഞു അങ്ങനെ വിളിച്ചതായിരിക്കേ. എന്നാലും വിളിച്ചാൽ അവളത് ഞാൻ പറയൂല, നമുക്ക് ബാഡാവും. അത് കറക്റ്റാ. അമ്മായിക്ക് എന്തേലും പറ്റിയെന്ന് ലച്ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ലച്ചേച്ചി ഭയങ്കര ബാഡാവും. പിന്നെ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. പാവം ലച്ചു. മായി കഴിക്കാൻ വല്ലതും വേണോ? കഴിക്കാം. ആപ്പിൾ വെച്ചോണ്ടോ? ആപ്പിൾ സിമ്പിൾ അല്ലയാ. നീ എന്തിനാണ് എന്നെ വിളിക്കണേ? അമ്മായി പറഞ്ഞു കേട്ടില്ലേ ആപ്പിൾ വേണമെന്ന്? ഓടിപ്പോയി ആപ്പിൾ മേടിച്ചിട്ട് വന്നേ. പോകോ. ഈശ്വരൻ പ്രതീക്ഷയിലല്ലേ. ശരി, ഇനി ഞാൻ അടുക്കള വെച്ചേക്കാം. ഓ പോകോ. ആപ്പിൾ മേടിച്ചോണ്ട് വരാം. ആപ്പിൾ കൊണ്ടുവരാം അമ്മായി. ഞാൻ അടുക്കള വെച്ചിട്ട് തരാവേ.
വേണ്ട ഇത് അങ്ങോട്ട് പതച്ച് മൂടി കിടന്നേ. എന്റെ അമ്മ ചൂടെടുക്കുമ്മ. ചൂടൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങോട്ട് പതച്ചാട്ടെ, അങ്ങോട്ട് പതച്ചേ. പൊതക്കമ്മായി അങ്ങോട്ട്. അമ്മമ്മ ഇന്ന് മീൻകറിയാണല്ലേ? ഏത് മീൻ? ചൂര. മുളകിട്ടാണോ വെച്ചേക്കുന്നേ? എനിക്ക് വയ്യ. രുചിയെ പറ്റി ഓർത്തിട്ട് എനിക്കങ്ങോട്ട്. എന്താ മായി? അല്ല, അയ്യോ വയ്യാത്തല്ലേ? കിടക്ക് 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 കിടക്ക്. മൂടി പൊതച്ച് കിടക്കങ്ങോട്ട്. റെസ്റ്റ് എടുക്ക്. കിടന്നോ. ഞാനേ മീൻകറി കൂട്ടി ഊണ് വെച്ചിട്ട് വരാം കേട്ടാ. ടേക്ക് റെസ്റ്റ്. ഏത് നേരത്താണോ ദൈവമേ. എന്തോന്നമ്മ? ആവി പിടിക്കാനേ ആ കൊച്ചിന്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുവല്ലേ, അതിനാ. ഏത് കൊച്ച്? ആ, നമ്മുടെ അമ്മായിക്ക് ആവ് പിടിക്കാനാ. அம்மா ஆவி பிடிச்சாச்சா? ആരെ? ഞാനോ? പോയി ആ കൊച്ചിനെ എടുത്തോണ്ട് വാ കൊച്ചേ. அம்மா எப்படி அம்மா எடுத்துட்டு வர முடியும்? ரொம்ப பாரமா இருக்கும்ல. கைய பிடிச்சு கூட்டிட்டு வரட்டா? അയ്യോ പോയി പിടിച്ചോണ്ട് വാ. ഉമ്മ, അളിയനെന്തായാലും ആപ്പിള് പിടിക്കാൻ പുറത്തു വെക്കുമല്ലേ? അവന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാ പോരെ ഈ ആവ് പിടിക്കുന്ന മെഷീൻ മേടിച്ചോണ്ട് വരാൻ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തിന് ആവി പിടിക്കുന്ന മെഷീനൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നു? പണ്ട് പടവലത്ത് വെച്ചേ അപ്പൂപ്പൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരും. ആ പനി വരുന്ന സമയത്ത് എന്നോട് പറയും, ഭവാനി എനിക്കൊന്ന് ആവി പിടിക്കണമെന്ന്. അപ്പം ഞാനൊരു കൂട്ടൊക്കെ അങ്ങോട്ട് തയ്യാറാക്കി കുട്ടോടത്തിനകത്തിട്ട് തിളപ്പിച്ചിട്ട് അങ്ങോട്ടൊരു ആവി കൊടുക്കും. ആ ആവി അങ്ങോട്ട് കൊണ്ട് കഴിയുമ്പോഴത്തേന് പനിയും ജലദോഷവും ഒക്കെ പമ്പ കിടക്കും. വാ മക്കളെ ആവി പിടിക്കാം. എനിക്കാ? പിന്നെ എനിക്കോ? ഇങ്ങോട്ട് വന്നേ. അമ്മ ഇപ്പൊ എനിക്ക് കുറച്ച് കുറവുണ്ടേ, ഇച്ചിരി. എവിടെ ഇരിക്കാൻ പോലെ? താഴെ താഴെ താഴെ. അമ്മ ഇച്ചിരി കുറവുണ്ടമ്മ. അതൊന്നും കുഴപ്പമില്ല, ആവി പിടിച്ചേ പറ്റത്തുള്ളൂ. ഒരു അരമണിക്കൂറെങ്കിലും ആവി പിടിക്കും. ചുമ്മാരി മാറും. അമ്മാവിക്ക് വയ്യാതെ വന്നപ്പോ ഇരുന്ന് ചിരിക്കുന്നോ? ആ അമ്മാവി ആവി ഉള്ളു. അമ്മ ആവശ്യമുണ്ടോ എന്റെ? പിന്നെ ആവശ്യമില്ല മക്കളെ, ആവി ഉണ്ട്. വേണ്ട. അതിന്റെ ആവശ്യമുണ്ടോ? ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ, മൂട് 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 മൂട്. നല്ലപോലെ ആവി വരുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ആപ്പിൾ 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 ആപ്പിളേ. ആ ഇതെല്ലാരും കൂടെ ആപ്പിൾ. പനിയുള്ള അമ്മായിയെ ആവി പിടിക്കുക. ആവി പിടിക്കണ ആ ആപ്പിള് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല കൂടിയ ആപ്പിള് 1/2 കിലോ. കൂടിപ്പോയല്ലോ ചേട്ടാ, 1/4 കിലോ മേടിച്ചാ പോരായിരുന്നു. മതിയായിരുന്നു. എന്തൊരു നീറ്റലമ്മ, ഭയങ്കര ചൂട്. ആ അതെ, നല്ല കൂട്ട അതിനകത്ത് ഇട്ടേക്കുന്നേ. അതൊന്നുകൂടെ ആവി പിടിച്ചാട്ടെ. മതിയമ്മ. ആ ഒന്നുകൂടെ പിടിച്ചേ പിടിച്ചേ. கௌரி நல்லா ஆவி பிடி கௌரி, அப்பதான் உன்னோட ஜொரம் எல்லாம் மாறும். இந்த பாரு, நீ அம்மாவை பார்க்க வந்ததுனால தானே உன்னோட ஜொரம் எல்லாம் ஏறி இருக்கு. அதனால அம்மா ரொம்ப வருத்தமா இருக்கு. ஆவி பிடி கௌரி. അങ്ങോട്ട് പിടി ഗൗരി. ഉമ്മ, ഇത്രയും വയ്യാത്ത സ്ഥിതിക്ക് എന്താണെങ്കിലും കഞ്ഞി മാത്രം കൊടുത്താൽ മതി. അത് തന്നെ. എന്നാലും ആ ചൂരക്കറിയുടെ ടേസ്റ്റ്. അമ്മ ശരിക്കും ഇതിലെന്തൊക്കെയാണ് ചേർത്തേക്കണത്? ചേർത്തേക്കുന്നതോ? അതൊന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല, അതൊക്കെ രഹസ്യ കൂട്ടുകളാ. ഭയങ്കര ചൂട്, എനിക്കൊന്ന് മുഖം കഴുകണം. അമ്മേ. ആ പതുക്കെ പതുക്കെ. വീഴ്ത്താതെ കൊണ്ടുപോണേ പനിയുള്ള അമ്മായിയെ. ആപ്പിള് ആപ്പിള് 160 രൂപയുടെ ആപ്പിൾ 1/2 കിലോ. കൊണ്ട് കൊടുക്ക്. പാവ അമ്മായി ചൂരക്കറി കഴിക്കാൻ പറ്റാത്ത വിഷമത്തിലിരിക്കുക. അവിടെ നിന്ന് കഴിച്ചോളൂ. கௌரியோட உடம்பு சரியாகாம அம்மாக்கு சமாதானமே இருக்காது. എങ്ങോട്ട് വന്നു? അല്ല, കുറച്ചേരം അവരായിട്ട് സംസാരിച്ചിരിക്കാൻ. വേണ്ട വേണ്ട, സംസാരിച്ചൊന്നും ഇരിക്കണ്ട. ഇങ്ങോട്ട് വന്നാട്ടെ, ഒന്ന് കിടക്ക്. അമ്മായി ടേക്ക് റെസ്റ്റ്, ഗെറ്റ് വെൽ സൂൺ. ഇതൊക്കെ കണ്ടിട്ടേ എനിക്ക് എന്തോ ഒരു വശപിശക് തോന്നുന്നുണ്ട്. എന്തോന്ന് തോന്നുന്നുണ്ട്? വശപിശക് തോന്നുന്നുണ്ടെന്ന്. നിനക്ക് എന്തൊരു വശപശക തോന്നണത്? അല്ല, ഇത് കുറച്ച് ഓവറല്ലേ? ആരമ്മായിയാ? അല്ല, മൊത്തത്തിൽ ഇത്തിരി ഓവറല്ലേ? ഞാനേ കൊണ്ട് ആപ്പിൾ കൊടുത്തിട്ട് വരാം. അമ്മായി ആപ്പിൾ. നോക്കിട്ട്
എങ്ങനെയുണ്ട് അമ്മായി? ആപ്പിൾ എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. നിനക്ക് വേണ്ടല്ലോ അല്ലേ? വേണ്ട വേണ്ട. ഒരെണ്ണം ഉച്ചയ്ക്കും ഒരെണ്ണം രാത്രിയും കഴിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആണോ? നല്ലായിരുന്നു. കഴി. അമ്മായി, ശരിക്കും അമ്മായിക്ക് എന്തിനാണ് അസുഖം? വയ്യടാ, വയ്യ? വയ്യ. ഓ ചൂടില്ല? ഇല്ലേ? ഇല്ല. അപ്പൊ പനിയില്ല? ജലദോഷം ഇല്ല? ഉണ്ടോ? ചുമ്മാ പിന്നെ തല ഒരു പെരുപ്പും ഉള്ളിപ്പനിയുണ്ടോ? ഉള്ളിപ്പനി കാണും. എങ്ങനെയുണ്ട്? ഓ വയ്യമ്മ വയ്യ. അയ്യോ കനകം, കഞ്ഞി കുടിച്ചാട്ടെ. അയ്യോ അമ്മ, ചോറ് മതിയായിരുന്നു. അയ്യോ ചോറും മീനും ഒന്നും താലേ ദഹിക്കത്തില്ല, പനിയല്ലയോ. എന്നാ ഞാൻ ആപ്പിള് കഴിച്ചിട്ട് കഞ്ഞി കുടിക്കാം. ആപ്പിള് പിന്നെ കഴിക്കാം, ഈ കഞ്ഞി അങ്ങോട്ട് കുടിച്ചേ. ഇല്ല, ഇത്ര ഉപ്പൊക്കെ കൂട്ടിയാ മതി, പനിയായിട്ട് ഒരുപാട് ഉപ്പൊന്നും കൂട്ടണ്ട. എന്നാ കുറച്ച് അച്ചാറ് തരുമോ? അച്ചാർ ഇരിപ്പുണ്ട്, അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അച്ചാറാ മക്കളെ, പനിയായിട്ട് അത് കൂട്ടണ്ട, കൊള്ളത്തില്ല. എന്തിനാണാവോ സാർ ഇളിക്കണേ? ഓ അല്ല, എന്തിനാണോ ഇങ്ങനെ ചിരിക്കണേന്ന്? അവിടെ ഒരു പല്ലിക്ക് പണി ഇട്ടിട്ടിരിക്കുന്നത്, അത് നോക്കി ചിരിച്ചോണ്ടിരിക്കും. ആണല്ലേ. അമ്മ, എനിക്ക് റസ്ക് കഴിക്കാൻ തോന്നുന്നു. റസ്കാ? കേസു, കടയിലെ പോയി റസ്ക് വാങ്ങി കുടുറാ. റസ്ക് കഴിക്കാൻ തോന്നുന്നല്ലേ പറഞ്ഞോളൂ, ഇപ്പൊ വേണോന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ വേണോ അമ്മായി? വേണ്ടെങ്കിൽ ആരെങ്കിലും പറയൂ. ഒന്ന് പോയിട്ട് വാടാ. പോയിട്ട് വരാം മൂമ്മ. റസ്ക് പാലിന്റെ റസ്ക് വേണോ അതോ ഏലക്കിട്ട റസ്ക് വേണോ? പാലിന്റെ മേടിച്ചോ. കടിക്കുവൻ. വയ്യമ്മ വയ്യ. അതങ്ങ് കുടിക്കും മക്കളെ. കേശവൻ അങ്ങോട്ട് പോയതാ? கேஸ் சட்டை ரஸ்க் வாங்க போனா. അമ്മായിക്ക് വേണ്ടി കേശവന് കൊറേ റിസ്ക് എടുക്കുന്നുണ്ട്. അമ്മ, ഓ കൈയും കാലൊക്കെ ഭയങ്കര ഒരു തരിപ്പ്. ഈ മക്കളെന്തത് പറയാത്തത്? അല്ല, ഞാൻ ഇനി അമ്മയടുത്ത് പറഞ്ഞ അമ്മ ഇനി കൈയും കാലൊക്കെ തടവി തരൂലേ? അങ്ങനെ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ലമ്മ. ഈ കൊച്ചിന്റെ ഒരു ബഹുമാനം. கௌரி, நான் உனக்கு தடவி விடுறேன். അത് വേണ്ട, എന്തിനാ നീ തടവുന്നേ? പിള്ളേർ രണ്ടുപേരും നിൽക്കുമല്ലയോ, അവര് തടവിക്കോളും. പാറു, തടവിക്കോട് മക്കളെ. നീ എവിടെ പോവാ? ഞാൻ റിസ്ക് എടുക്കാൻ, റസ്ക് വാങ്ങാൻ. അമ്മാവിയുടെ കാല് തടവി കൊടുക്കാൻ നിനക്ക് പറ്റത്തില്ല? അല്ല അമ്മ, ഈ 30 മിനിറ്റ് ഒക്കെ പിള്ളേരെ കൈയും കാലും തടവിയാലേ പിള്ളേരെ കൈ കഴിക്കൂലേ അമ്മ? 30 മിനിറ്റാ? ആ എന്താ 30 മിനിറ്റ് കൈ തടവിയാലോ കുഴപ്പമെന്തുവാ? എന്നാ പിന്നെ 31 മിനിറ്റ് തടവാം. ഒരു കുഴപ്പമില്ല. ശിവ, അമ്മാവിയുടെ കാല് തടവി കൊടുത്തേ. അങ്ങോട്ട് ഇങ്ങോട്ട് കയറ്, കൈ അങ്ങോട്ട് തടവി കൊടുക്കും. തടവി തരാട്ടാ. വേദനിപ്പിക്കാതെ തീരുമാനം അറിയത്തില്ല നിനക്ക്? പിന്നെ വയ്യായ മാറണ്ടേ? മുപ്പത് മിനിറ്റ് അതുപോലെ തടവി കൊടുക്കണം. യെസ്. കനകം വന്നേ. മിനിറ്റ് തടവി തരും, അവര് പോയി ഞാൻ പോകും. അമ്മ, അയ്യോ കിടന്ന് കീറല്ലേ, തടവി തരാം 30 മിനിറ്റ്. നമ്മുടെ അടുത്ത് തന്നെ വെക്കണം കേട്ടാ. ഇതൊക്കെ ഒരു രസല്ലേ മോളെ? അമ്മായി റസ്ക് കഴിക്കണ ഏനുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. മടുപ്പൊന്നും തോന്നുന്നില്ല? ഇല്ല. അല്ല, സാധാരണ ഈ വയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നും. അത് നമ്മൾ മേടിച്ചിട്ടൊന്ന് കൊടുത്തു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വേണ്ട എന്നൊരു തോന്നലുണ്ടാവുമല്ലോ. അതി വയ്യാത്ത ആൾക്കാർക്കല്ലേ? അല്ല, അത് കഴിക്കണമെന്ന് മടുപ്പൊന്നും തോന്നണില്ലേ? ഒരു മടുപ്പില്ല. അളിയാ, ഓ, അമ്മായിക്ക് വെച്ചിരിക്കുന്ന റസ്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ? എന്തോന്നടേ ഇത്, മൊത്തം സമയം തിന്നാ ഇത് മാറ്റിപ്പിടിയിടാ. അല്ലേ അളയാ, ഇത് എന്റെ കാശിന്
എന്റെ റിസ്കിന് ഞാൻ ഒറ്റയ്ക്ക് നടന്ന് മേടിച്ചോണ്ട് വന്നാ എന്റെ റിസ്ക്. കഴിക്കണത് പോലും ദഹിക്കില്ലല്ലാടേ. അയ്യോ അപ്പൊ ദഹനക്കേടും ഉണ്ടോ? ഇപ്പൊ വെച്ചോണ്ടിരുന്നാ ശരിയാവത്തില്ല. അമ്മമ്മ എന്റെ ഒരു വിലയേറെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയും വേഗം അമ്മയെ കൊണ്ടുവല്ല ഹോസ്പിറ്റലിൽ കാണിക്കാം. പാവം ഇത്ര വയ്യാണ്ടിരിക്കുവല്ലേ. എന്റെ ശിവ, ഇത് തന്നെയല്ലേ ഞാൻ രാവിലെ പോലെ പറഞ്ഞോണ്ടിരിക്കുന്നേ. അമ്മ വാ, ആശുപത്രി പോ. നമുക്ക് ആശുപത്രി അതെ, എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ഞാൻ കണ്ടതല്ലേ പനിച്ച് കിടക്കണത്. എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം. അവിടെ ചെന്നിട്ടേ ഒരു ഇഞ്ചക്ഷനും ഒരു ട്രിപ്പും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് അസുഖം എല്ലാം അങ്ങ് മാറും. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. വലിയൊരു നേഴ്സായിട്ട് ഇഞ്ചക്ഷൻ ട്രിപ്പും ഒക്കെ പേടിയാ. അല്ലെങ്കിലും അമ്മയ്ക്ക് മറ്റുള്ളവർക്ക് ഇഞ്ചക്ഷൻ ഡ്രിപ്പ് ഒക്കെ ഇടാനല്ലേ ഭയങ്കര ധൈര്യമുള്ളൂ. സ്വയം ഇടാൻ ധൈര്യമില്ലല്ലോ, പേടിയല്ലേ. മക്കളെ അമ്മ കൂടെ വരാം. ഇനിയിപ്പോ അവിടെ അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അമ്മ കൂടെ തന്നെ ഇരുന്നോളാം. கௌரி வாமா, நான் கூட்டு வரேன் உனக்கு. வாமா, വേണമെങ്കിൽ നമ്മുടെ ഫുൾ ഫാമിലി വരി. എനിക്ക് അമ്മയെ അങ്ങോട്ട് പിടി, 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 പിടി. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് പനിയും തലവേദനയും ജലദോഷവും ഒന്നുമില്ല. ഞാൻ ചെറിയങ്കിരന്ന് വരാൻ ലേറ്റ് ആയതുകൊണ്ടേ അമ്മ എന്നെ വഴക്ക് പറയാന്ന് വിചാരിച്ച് ഞാൻ ചെറിയൊരു നമ്പർ ഇറക്കിയതാണെന്നേ. ശിവയ്ക്ക് പറയാലോ. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ചുമ്മാ കള്ളം പറയില്ല അമ്മ, എനിക്കറിയത്തില്ല. கௌரி அப்படின்னா நிஜமா உனக்கு அசுகம் எல்லாம் இல்லையா? അസുഖോ? ആർക്ക്? എനിക്കത് ആദ്യമേ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ കഞ്ഞിക്കകത്ത് ഉപ്പിടാതെ കൊടുത്തത്. ആവി പിടിച്ചപ്പോ മോൾ എന്തുവായിരുന്നു പറഞ്ഞത്? നീറുന്നെന്ന്. പച്ചമരുന്നൊക്കെ ഇട്ട കൂട്ടത്തിലേ ഒരു ചെറിയ പൊടിക്കൈയോട് ഇട്ടായിരുന്നു. അതിന്റെ നീറ്റിലായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോ അങ്ങ് മാറിയില്ലയോ? എന്നെ പറ്റിച്ചാ ഞാനും പറ്റിക്കും. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്കൊന്ന് വയ്യാതായ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണല്ലേ അമ്മ? എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലേ? പിന്നില്ലാതെ. അമ്മ നേരത്തെ പറഞ്ഞ ചോറ് മീൻകറി ഉണ്ടാ? ഇരിപ്പുണ്ട്.